ഒരു യുവാവ് മദ്യപിച്ച് സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് ചാടുന്നു. അവരങ്ങനെ രക്ഷപ്പെടും അതിൽ നിന്ന്. അങ്ങനെ ഒരു രസകരമായ പ്ലോട്ടാണ് ഈ സിനിമയ്ക്കുള്ളത്. പക്ഷേ ആ ഹ്യൂമർ ഒരു രീതിയിൽ ആ പോസിബിലിറ്റീസ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ ഫ്ലാറ്റായി പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ഗർ. കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂർ, ശ്രുതി രാമചന്ദ്രൻ, അനഘ തുടങ്ങിയവരാണ് സിനിമയുടെ പ്രധാന വേഷത്തിലെത്തുന്നത്. ജയ്ക്കയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. യസ്ര എന്ന സിനിമയ്ക്ക് ശേഷം ആണും പെണ്ണും എന്നുള്ളൊരു സെഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പുള്ളിപ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഹ്യൂമർ വർക്കൗട്ട് ആകാൻ സാധ്യതയുള്ള ഒരു പ്ലോട്ട് തന്നെയായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ റെജിമോൻ എന്ന കഥാപാത്രം തൻ്റെ കാമുകിയുമായിട്ട് ഇഷ്ടത്തിലാണ്. അപ്പോൾ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. രജിസ്റ്റർ മാരേജ് ചെയ്യാൻ എത്തുന്നു. കാമുകി രാവിലെ സമയമായിട്ടും എത്തുന്നില്ല. ഫോൺ ചെയ്ത് നോക്കുന്നു, എത്തുന്നില്ല. അവസാനം ബാറിൽ പോയി മദ്യപിക്കുകയും ആ ഒരു ഹാങ് ഓവറിൽ ചെയ്യുന്നതാണ് പുള്ളി ഈ സിംഹത്തിൻ്റെ കൂട്ടിലോട്ട് എടുത്ത് ചാടുന്നത്. അവിടെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് സുരാജിൻ്റേത്. അപ്പോൾ അവർ രക്ഷിക്കാൻ സുരാജും ചാടുന്നു, രണ്ടാളും പെടുന്നു. അപ്പോൾ ഇതിൽ ചാൻസ് ഓഫ് ഹ്യൂമർ നിറയുണ്ട്. കാരണം പുള്ളി മദ്യപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളൊരു ആൻസൈറ്റി ഉണ്ട്. ഇത് എവിടെയും യൂസ് ചെയ്യാത്ത ഒരു ഫ്ലാറ്റായി പോകുന്ന ഒരു എഴുത്താണ് സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നീട് അകപ്പെട്ടു. ആ സിംഹവും ഇവരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണെങ്കിലും അത് കൂടുതൽ മേക്കിങ്ങിൽ കാണിക്കാതെ ഈ ഒരു ഇൻസിഡൻറ്റ് കവർ ചെയ്യാൻ എത്തുന്ന ചാനലുകാരുണ്ടാവും. അപ്പോൾ അവരുടെ ഫൂട്ടേജ് മറ്റ് ടി വികളിൽ കാണുന്നത് പോലെയാണ് നമുക്ക് ഓഡിയൻസിന് കാണിച്ചു തരുന്നത്. അതും ചെറിയ ചെറിയ ഫൂട്ടേജുകളായിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടും കൺവിൻസിങ് അല്ലാത്ത രീതിയിലുള്ള പ്രസൻറ്റേഷനാണ് ഈ സിനിമയിൽ ഭയങ്കര ഇതായിട്ടായത്. അവസാനം ഇയാളെ രക്ഷപ്പെടുത്തുന്നു. അതിനിടയിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചിരിപ്പിക്കാൻ കുറേയൊക്കെ നോക്കുന്നുണ്ട്. അതൊന്നും അത്ര രീതിയിൽ അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. പിന്നീട് അവസാനം ഈ രക്ഷപ്പെടുത്തിയതിന് ശേഷം ഒരു 20 മിനിറ്റ് വലിച്ചു നീട്ടി നമ്മളെ നന്നായി വെറുപ്പിക്കുന്നുമുണ്ട് ഈ സിനിമ. എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് മിസ്കാസ്റ്റിംഗ് ആണ്. ചാക്കോച്ചൻ പുള്ളി അത്യാവശ്യം നല്ല കോമഡി ചെയ്യുന്നുള്ളത് എന്നാൽ കേസ് കൂടെ നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ ഇതിലൊട്ടും കൺവിൻസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എന്തിന് സുരാജ് വെഞ്ഞാറമ്മോട് പോലും തമാശ രംഗങ്ങളിലെ പുള്ളിയുടെ വോയിസ് മോഡുലേഷൻ തന്നെ ഭയങ്കര ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. സോ OTT റിലീസായി എത്തിയിട്ടുള്ള ഈ സിനിമ നിങ്ങൾക്ക് നിറയെ സമയമുണ്ടെങ്കിൽ ചുമ്മാ കാണാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കാം. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലാത്തൊരു സിനിമയാണ് ഗർ. ഒട്ടും ആ ഒരു പ്ലോട്ടിൻ്റെ ഒരു പോസിബിലിറ്റീസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ എടുത്തിട്ടുള്ള ഒരു 2 മണിക്കൂർ സിനിമ. അത്രയേ ഉള്ളൂ ഗർ.